എന്താ നിനക്ക് ഇങ്ങനെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. എന്തോന്ന് ഗുഡ് ന്യൂസ്? പറ എന്താ? അമ്മ നമ്മളെങ്കിൽ ലുലുമാളിൽ സാധനം മേടിച്ചപ്പോൾ ലക്കി ഡ്രോയുടെ ഒരു കൂപ്പൺ കിട്ടിയില്ലായിരുന്നോ? പൈസ കിട്ടിയോ? അമ്മേ നമുക്കതിന് പ്രൈസ് അടിച്ചമ്മേ. എന്ത് പ്രൈസ് അമ്മ അടിച്ചേക്കുന്നേ? അമ്മേ നമുക്ക് കാശ്മീർ പോകാനുള്ള ടിക്കറ്റാ പ്രൈസ് ആയിട്ട് അടിച്ചേക്കുന്നേ. കാശ്മീരോ? എന്താ അമ്മേ പേടിച്ചിരിക്കുന്നേ? നമുക്ക് പോകാല്ലോ അടിച്ചു പൊളിച്ച്. അടിച്ചു പൊളിച്ച് പോകാം. അവിടെ ചെന്നിട്ട് നമ്മളെ തന്നെ അടിച്ചു പൊളിക്കായിരുന്നാ മതി. അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞേ? ബെസ്റ്റ്. അതെങ്ങനെയാ? കാർട്ടൂൺ വെച്ചോണ്ടിരിക്കില്ലേ? വാർത്ത തന്നെ കാണാറുണ്ടോ? അയ്യോ എന്താ അമ്മേ പറയമ്മേ കാര്യം. ഇത് പെണ്ണെ, അവിടെ എനിക്ക് ഭയങ്കര പ്രശ്നം നടക്കുന്ന കാര്യം വല്ലതും അറിഞ്ഞോ? പ്രശ്നോ? എന്താ പ്രശ്നം? ഇതാ ഞാൻ പറഞ്ഞത്. 24 മണിക്കൂറും കാർട്ടൂൺ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയോ? അമ്മേ ഞാൻ പറഞ്ഞത് ഇങ്ങനെ വാർത്ത വെച്ചത് കേട്ടായിരുന്നു. അച്ഛൻ വെച്ച് കാണുന്നുണ്ടായിരുന്നു. അവിടെ എനിക്ക് എന്ത് ഷെല്ലാക്രമണമൊക്കെ നടക്കുന്നുണ്ട്. അയ്യോ ശരിയാന്നല്ലോ. അവിടെയാണോ അമ്മേ? അവിടെ തന്നെ. അതുകൊണ്ട് അങ്ങോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റത്തില്ല ഇപ്പൊ. നല്ലൊരു ചാൻസ് കിട്ടിയപ്പോഴത്തേക്ക് അവിടെ പ്രശ്നമായല്ലോ. ഇവരോട്ട് കുഴപ്പമുണ്ടാകത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മളെങ്കിൽ സൂക്ഷിച്ചിരിക്കണം. കഷ്ടമായിപ്പോയല്ലോ. ഹലോ കോൾ അടിച്ചല്ലോ. ഇതാ രമണിയോ? എന്തൊന്ന് കോൾ അടിച്ചതേ? ഞാൻ അറിഞ്ഞു കേട്ടോ. നിങ്ങളുടെ കൂപ്പണിന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഞാനിത് നോക്കിയപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പ്രൈസ് അടിച്ചേക്കുവാണല്ലോ. കന്യാകുമാരി അല്ല, എവിടെയായിരുന്നു? കാശ്മീരിലോട്ട് പോവാന്. പൊട്ടി ഞങ്ങൾ അതല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്. അങ്ങോട്ടൊക്കെ പോകാൻ പറ്റത്തില്ല. നീ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞല്ലോ. അവിടെ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് പോകാനും പറ്റത്തില്ല. അമ്മണിയാണ് കൊള്ളാലോ. ഞങ്ങക്ക് പോകാൻ പറ്റത്തിലാണ് ഈ കിടന്ന് സന്തോഷിച്ചിരിക്കുന്നേ. പിന്നെ നിങ്ങൾ എല്ലാവരും പോകുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വെള്ളവും വിഴുങ്ങിയിരിക്കും. എന്തായാലും എനിക്ക് വരാൻ പറ്റത്തില്ലല്ലോ. എന്റെ അമ്മ എന്തായാലും ഒറ്റയ്ക്ക് അത്രയും ദൂരമൊന്നും എടുത്തില്ല. നിങ്ങൾക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ ഇവിടെ വിഷമിച്ചിരിക്കുമ്പോഴാ ഇത് ദുഷ്ടത്തി. ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോടി. മക്കളെ, ഈ സമയത്ത് നമ്മൾ എങ്ങും പോവാതിരിക്കുന്നതല്ലേ. ഒരിടത്ത് യാത്ര ചെയ്യരുത്. ഇപ്പൊ ആണെങ്കിൽ റെയിൽവേ സ്റ്റേഷന്, പിന്നെ ആണെങ്കിൽ വിമാനത്താവളം, പിന്നെ വലിയ വലിയ മാള്, ഒരുപാട് ആൾക്കാർ കൂടുന്ന സ്ഥലം, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ജാഗ്രതയായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാതിരിക്കുന്നത് നല്ലത്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ. അതുകൊണ്ടേ ഇപ്പൊ യാത്ര തൽക്കാലം ഒഴിവാക്കുന്നത് നല്ലത്. എന്തോന്നാ പ്രശ്നം? നമുക്ക് പെട്ടെന്ന് പോയി നോക്കാം. എന്റെ പൊന്നു മാട്ട്, നീ എന്നെ കരയുന്നത് എന്തിനാ വെറുതെ? എന്താ പ്രശ്നം? ഒന്നും പറയണ്ട എന്റെ പൊന്നു ചേച്ചി. ഞാൻ എങ്ങനെ വാർത്ത വെച്ചേക്കുവായിരുന്നു. ഞാൻ തന്നെ ഓരോ പൊട്ടിത്തെറി അത് ഇതേ കാട്ടിപ്പുള്ളി കടന്ന് വിളിച്ചു പോയേക്കുവാ. അതിനാണോ കരഞ്ഞത് മോള്? വാർത്ത കണ്ടിട്ടാണോ പേടിച്ചത്? ഞാൻ ദേ വാർത്ത വെച്ചേക്കുവായിരുന്നു ഇവിടെ. ഞാൻ പിന്നെ ഇടയ്ക്ക് അടുക്കളയോട്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ഞാൻ വാർത്ത കണ്ട് പേടിച്ചു. പിന്നെന്താ മോളെ? പിന്നെന്താണ് പ്രശ്നം? നളിനി, എലി ഉണ്ടെങ്കിൽ സൂക്ഷിക്കണേ. നമ്മളെ കടിക്കുന്നത് കയറി. എവിടെ മോളെ നീ എലിയെ കണ്ടത്? നല്ല ആളാ കേട്ടോ. വെറുതെ നീ കരഞ്ഞോണ്ടിരിക്കുന്നത്. എന്താ പിന്നെ എന്നോട് നേരത്തെ പറയണ്ടോ എലി കണ്ടിട്ടാണ്? ഞാൻ വിചാരിച്ചു നീ വാർത്ത കണ്ടിട്ടായിരിക്കുന്നു. വാർത്തയ്ക്കകത്തെങ്കിൽ പിന്നെ മൊത്തം ആണെങ്കിൽ മറ്റേ ഇതിന്റെ സംഭവങ്ങളൊക്കെ ഇല്ലേ. ഞാൻ വെച്ചിനി അതങ്ങനെ കണ്ട അവൾ പേടിച്ചിരിക്കുമെന്ന്. ഷോ, എലി മുകളിലോട്ട് കയറി പോയോ? ചേച്ചി, ഇവിടെ ആണെങ്കിൽ ചേട്ടനില്ല ഒന്നാമത്. എങ്ങനെ നമുക്ക് ആ എലി തല്ലി കൊല്ലാം? നളിനി, അത് പിന്നെ നമ്മളാണെങ്കിൽ തല്ലിക്കൊല്ലെന്ന് പറഞ്ഞാൽ സേഫ് അല്ല അത്രേ. നമ്മളാണെങ്കിൽ കടിക്കും എലി. എനിക്കാണെങ്കിൽ പേടിയാ. നമുക്കാണെങ്കിൽ ആരെങ്കിലും ആണുങ്ങളെല്ലാം വിളിച്ചോണ്ട് വന്നിട്ട് അടിച്ചു വന്നാൽ പോരെ. നമ്മളെനിക്ക് കൊല്ലാൻ പോയി കഴിഞ്ഞാൽ നമുക്കിട്ട് പണി കിട്ടും. ചേച്ചി, എനിക്ക് ഇവിടെ പരിചയമുള്ള ആരും ഇല്ല ഒന്നാമത്. എന്റെ ഏട്ടനാണെങ്കിൽ ജോലിക്ക് പോയി. അറിയാലോ, പോലീസല്ലേ. അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പോയി. എന്നാ പിന്നെ മോളുടെ അച്ഛനെ ഇന്ന് വിളിച്ചോണ്ട് വരുമോ? ഭയങ്കര പേടിത്തോണ്ടിയാന്നേ. ചെറിയൊരു എലിയെ കണ്ടാ മതി. നളിനി, നേരത്തെ ആണെങ്കിലേ എന്റെ അമ്മൂമ്മയുടെ കാലിലാണെങ്കിൽ എലി ഒന്ന് കടിച്ച്. എന്റെ പൊന്നോ, പിന്നെ പറയണ്ട. കുറെ നാളത്തേക്ക് പിന്നെ ഇഞ്ചക്ഷൻ എടുത്ത് എന്നിട്ടൊന്നും കുറവില്ലായിരുന്നു. അതിൽ പിന്നെ എനിക്ക് സത്യം പറഞ്ഞ എലി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോ അടിച്ചു വന്നേനെ. നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. ഹായ് ഗൈസ്, എന്താ ഇവിടെ പ്രോബ്ലം? ഇതെന്തോ നമ്മുടെ അച്ഛനാക്കി ഗൾഫിൽ നിന്ന് വന്ന ആളുടെ ഡ്രസ്സിൽ തന്നെയാണോ നിൽക്കുന്നത്? ഇതുവരെ മാറിയില്ലേ? അങ്ങനെ എന്നെ പറഞ്ഞു കൊടുക്കാം ആന്റി. ഞങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞു അറിയാവോ ഈ ഡ്രസ്സ് ഒന്ന് മാറ്റുമോ? ഡ്രസ്സ് മാറ്റുന്ന പോട്ടെ, ഈ കണ്ണട വരെ അങ്ങ് തല വെച്ചേക്കുവോ. എന്റെ ഷൂ എല്ലാം ഇട്ടൊന്ന് നടക്കുക.
ഗ്ലാഡ് ടു മീറ്റ് യു. നിങ്ങൾ ഇവിടെ പുതിയ താമസക്കാരാണോ? ആ ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ 2 ആഴ്ച ആയതേ ഉള്ളൂ. എടി അമ്മയുടെ കുട്ടുമോൻ എന്തേടി? അയ്യോ ശരിയാണല്ലോ മോളെ, എന്തി കുട്ടുമോൻ എവിടെ? അവനായി വെള്ളം വേണമെന്ന് അമ്മയുടെ അടുക്കളയിൽ പോയിട്ടാണെങ്കിൽ വെള്ളം കുടിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പോകുന്നപ്പോഴത്തേക്ക് അവൻ പിന്നെ പറയാൻ ഓടി വരുമായിരിക്കും. ഇപ്പൊ എന്താ ഇവിടെ പ്രശ്നം? എലിയാണോ പ്രശ്നം? മോളാണെങ്കിൽ ഇത് എലിയെ കണ്ടെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. എലിയുടെ വാല് മാത്രം കണ്ടെന്നൊക്കെ പറഞ്ഞു. അവള് പറഞ്ഞു വലിയ എലിയാന്നൊക്കെ. മുകളിലോട്ട് കയറി പോയെന്നാ പറഞ്ഞത്. നോക്കാം നമുക്കതൊക്കെ ചെയ്യാന്നല്ലേ ഉള്ളൂ. ഡോണ്ട് വറി. അമ്മയുടെ അച്ഛൻ തന്നെ മുകളിലോട്ട് പൊക്കോളൂ, അതോ ഞങ്ങൾ വരണോ കൂടെ? നോ നിങ്ങൾ ആരും വരേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ പൊക്കോളാം. ഇംഗ്ലീഷ് പറയുന്നേ മറ്റേ ആ പുതിയ വാടകക്കാരി ആന്റിയെ കണ്ടോണ്ടാന്ന് പറഞ്ഞോണ്ട് ഷൈൻ ചെയ്യുന്നേ. ഉണ്ടാക്കില്ല ഇവിടെ. എന്താ അച്ഛനും മോളും കൂടെ ഒരു കുശുകുശിപ്പ്? ഒന്നുമില്ല, നത്തിങ്. എന്തോന്ന് പറ്റി? അമ്മയുടെ അച്ഛനായിട്ട് ഇംഗ്ലീഷ് വിടുന്നില്ലല്ലോ. ആ അതൊക്കെ വിട്, ഞാൻ പോയി എലി നോക്കട്ടെ. മുകളിലെ മുറിയിലൊക്കെ ആണെങ്കിൽ സാധനങ്ങളൊക്കെ അടുക്കി വെച്ചേക്കാണോ അതോ വലിച്ചേറിയിട്ടേക്കാണോ? ഇല്ല അത്യാവശ്യം ഞാൻ അടുക്കി വെച്ചേക്കോ. പിന്നെ കുറച്ച് തുണിയൊക്കെ കിടപ്പുണ്ട്. ഇനി അതിന്റെ ഇടയിൽ അങ്ങനെ കയറി ഇരിക്കുമെന്നറിയില്ല. അയ്യോ ഓടിക്കോ. അയ്യോ ദൈവമേ, ഇവർ അച്ഛനെ പിടി കൂടിയോ? അച്ഛൻ വലിയ ഷോ കാണിച്ച് പോയപ്പോഴും എനിക്കറിയാം എന്തെങ്കിലും ഒപ്പിക്കുമെന്ന്. അയ്യോ ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട്. എന്താ ചേട്ടാ സംഭവിച്ചത്? ഇവിടെ എലിയാണോ വന്നത് അതോ ആനയാണോ വന്നത്? കുട്ടുമോൻ വന്നല്ലോ. എന്റെ പൊന്നോ, ഞാൻ രക്ഷപ്പെട്ട കാര്യം പറയണ്ട. അല്ല എന്താ അമ്മയുടെ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? ആനയെ വളർത്തുന്നോ എന്നൊക്കെ ചോദിച്ചിണ്ടാ? ഞാൻ കണ്ടത് എലിയെ തന്നെയാണോ അതോ ആനയാണോ കണ്ടത്? എനിക്കൊരു സംശയം. അയ്യോ അപ്പൊ അത്രയ്ക്ക് വലുതാണോ സാധനം? മോളായി പറഞ്ഞപ്പോ നമ്മളാരും വിശ്വസിച്ചില്ല വലുതാന്ന് പറഞ്ഞിട്ട്. അതല്ലേ രസം, ഇതാണെങ്കിൽ വെള്ള കളറ്. അയ്യോ ഇവിടുന്ന് വീട് മാറി പോകേണ്ടി വരും തോന്നല്ലോ. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ എലി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? ആരോ പകവിനെ കുട്ടി വിളിക്കുന്നുണ്ടല്ലോ. അയ്യോ തോട്ട എലി വന്നിരിക്കുന്ന അവിടെ. എന്റെ അപ്പോ എന്തോ എലി ഇത്? വെറുതെ അല്ലല്ലോ എന്റെ മോള് പേടിച്ചത്. അയ്യോ എന്നാലും പറയാൻ പറ്റത്തില്ല, മക്കളെ മാറി നിൽക്ക്. ആ നേരത്തോട്ടൊക്കെ എടുത്ത് ചാടുക എന്ത് ചെയ്യും? ഞാൻ ആദ്യമായിട്ട് കാണുമോ ഞാൻ തെരിയെ? മ്യൂസിയത്തിൽ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ മ്യൂസിയത്തിൽ പോലും കണ്ടിട്ടില്ല ഞാൻ തെരിയെ. ആരെങ്കിലും പോയാൽ കഥവും തുറന്നു കൊടുക്കുക. ആരോ വന്നിട്ടുണ്ട്, നമുക്ക് അവര് ഹെൽപ്പായിരുന്നു ആരെങ്കിലും ഉണ്ടെങ്കിൽ. വന്നു കയറിയപ്പോ എന്റെ ഷൈൻ ചെയ്തായിരുന്നു ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട് ആ വാടാക്കാരി ആന്റിയെ കണ്ടോണ്ട്. ഓ ഇപ്പൊ കണ്ടില്ലേ, പേടിച്ചു മൂലയ്ക്ക് മാറിയിരിക്കുന്നു. അത്യാവശ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മയോട് ചെന്ന് പറഞ്ഞ് ചിരിക്കണേ ഇത് അച്ഛന്റെ കാര്യം. ആരും പേടിക്കണ്ട, ഞാൻ പോയി ഡോർ തുറക്കാം. മോളെ ഞങ്ങൾ എല്ലാവരും എലിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. അത് ഇങ്ങോട്ടൊക്കെ ചാടുമോ ഇല്ലയോ അറിയത്തില്ലല്ലോ. നമുക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. ആരാ ചേട്ടാ? എന്താ ചേട്ടാ ഞങ്ങളുടെ വീട്ടിൽ വന്നത്? ഞാൻ വരുന്നതേ ഇവിടെ അടുത്തുള്ള മ്യൂസിയത്തിൽ നിന്നാണ്. ഞങ്ങളുടെ മ്യൂസിയത്തിൽ നിന്നാണെങ്കിൽ ഒരു എലിയാണെങ്കിൽ മിസ്സിങ്. ഇവിടെ ഉണ്ടെന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയിട്ട് തന്നെ ഇങ്ങോട്ട് വന്നത്. ആഹാ മ്യൂസിയത്തിൽ എലിയാണോ പോയത്? അതെ ആശ്വാസം. ഓ ഇനിയിപ്പോ നിങ്ങൾ അതിനെ പിടിച്ചോണ്ട് പോയിക്കോളുമല്ലോ. അങ്ങനെ ഒറ്റയ്ക്കൊന്നും പിടിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല, നിങ്ങളുടെ ഹെൽപ്പ് കൂടെ വേണം. ചേട്ടാന് ഞങ്ങളല്ലല്ലോ ആ എലി ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. നിങ്ങളുടെ കയ്യിലെ മിസ്റ്റേക്ക് അല്ലേ? നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അതിനെ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ നിങ്ങൾ തന്നെ ഇത് പിടിച്ചോണ്ട് പോകും. ഞങ്ങളിപ്പോ എന്ത് ചെയ്യാനാ? പിടിച്ചോണ്ട് എന്താ, ഞങ്ങൾക്ക് ഇപ്പൊ അവിടെ കിട്ടിയില്ലാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കാണെങ്കിൽ ഇവിടെ പേടിയായിരിക്കും ഇവിടെ കിടന്നു കഴിഞ്ഞാൽ. ഞങ്ങളിപ്പോ പിടിച്ചില്ലാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. അയ്യോ ചേട്ടാ അങ്ങനെ പറയല്ലേ. അയ്യോ ചേട്ടാ ഞങ്ങൾ കൂടെ ഹെൽപ്പ് ചെയ്യാം. ചേട്ടൻ ഇതിനെ എങ്ങനെയാലും പിടിച്ചോണ്ട് പോകും. ഞാനൊന്ന് പിടിക്കാൻ നോക്കിയായിരുന്നു സാറേ, പിന്നെ എനിക്കത് നോക്കിയിട്ടൊന്നും പറ്റിയില്ല. ഞാൻ പേടിച്ചിറങ്ങി പോകുന്നതാ. വലിയ എലി എലിയോ, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചെന്തായാലും മുന്നേറാം. അങ്ങനെ എലിയും പോയി പുലിയും പോയി എല്ലാം പോയി. ഓ അതിനെ ഒന്ന് കൊണ്ടു കൊടുത്തു വിടാൻ പെട്ട പാടേ. ഒരു മിന്നല് പോലെ എല്ലാം തോന്നിയത്. ഓ എന്തുവായിരുന്നു ഇവിടെ ആ എലിയായിട്ടുള്ള മൽപ്പിടുത്തം. ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് സന്തോഷിച്ച് നിൽക്കുക, പേടിച്ച് വായും തുറന്ന് നിൽക്കാതെ.